വല്ലാത്തൊരു പെടലാണ് പെട്ടിരിക്കുന്നത്. കാരണം ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ചുള്ള ഒരു കമ്മീഷൻ ഈ വിഷയത്തിൽ പരിശോധന നടത്താൻ കഴിയില്ല, അത് നിയമപരമായി നടപ്പുള്ളതല്ല എന്ന് കേരള ഹൈക്കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ ഓൾറെഡി വഖഫ് ട്രിബ്യൂണലിൽ ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണനയിലാണെന്ന് പറയുമ്പോൾ അവർ തന്നെ തീരുമാനമെടുക്കണം എന്നാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി സർക്കാരിന് എന്ത് ചെയ്യാനുണ്ട്? ഇതിൽ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ മാത്രം നോക്കിയിട്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ചർച്ചയുടെ ഭാഗമായി അങ്ങ് കുറെ സൂചിപ്പിച്ചു, സെക്ഷൻ 40 പ്രകാരം, നിയമത്തിൻ്റെ സെക്ഷൻ 40 പ്രകാരം ഡിസിഷൻ ഓഫ് ദി വഖഫ് ബോർഡ് ഇൻ ദിസ് റിഗാർഡ് ഈസ് ഫൈനൽ. ഈ കേസിൽ വഖഫ് ബോർഡ് ഫൈനൽ വിധി പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അപ്പീലായിട്ട് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഈ വിഷയം പെൻഡിംഗ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതെല്ലാം വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന വിഷയമാണ് വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ ഇപ്പോൾ പെൻഡിംഗ് ഉള്ളത്. ആ സമയത്താണ് ഇപ്പോൾ ഗവൺമെന്റ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ചത്. ജുഡീഷ്യൽ കമ്മീഷനെ വച്ചത് വെദർ ഇറ്റ് ഈസ് വഖഫ് പ്രോപ്പർട്ടി ഓർ നോട്ട് എന്ന് നോക്കാനല്ല, ടൈറ്റിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുക്കാനല്ല, അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഭൂമിയുടെ ക്ലെയിം ഉണ്ടോ, അല്ലെങ്കിൽ അവർ ശരിക്കും ബോണഫൈഡ് പർച്ചേസർ ആണോ എന്ന് ശരിക്കും ആധികാരികമായി അതിന്റെ സിവിൽ നേച്ചർ നോക്കി തീരുമാനമെടുക്കുവാനുമല്ല. കൃത്യമായി ആ ടേംസ് ഓഫ് റെഫറൻസ് നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാകും. ടു ഐഡന്റിഫൈ ദ പ്രസന്റ് ലൈ, നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ദി പ്രോപ്പർട്ടി കോംപ്രൈസ്ഡ് ഇൻ ഓൾഡ് സർവേ നമ്പർ 18/1 ഇൻ ദി ദെൻ വടക്കേക്കര വില്ലേജ് ഓഫ് ദി എസ്ട്രോവൈൽ ട്രാവൻകൂർ സ്റ്റേറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു കിടപ്പും മറ്റു കാര്യങ്ങളും നോക്കണം. കാരണം 10,450 ഏക്കർ ഉണ്ടായിരുന്നു, 300 ഏക്കർ കടൽ കയറിപ്പോയി, ബാക്കിയുള്ള പ്രോപ്പർട്ടിയുടെ എക്സ്റ്റെന്റും മറ്റു കാര്യങ്ങളും നോക്കണം. രണ്ടാമത്തെ കാര്യം, ടു എൻക്വയർ ആൻഡ് റിപ്പോർട്ട് ആസ് ടു ഹൗ ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി ബോണഫൈഡ് occupants of the said land and to recommend the measure to be taken by the government in this regard. ഇത് കാര്യം നോക്കി അതിൽ ബോണഫൈഡ് പർച്ചേസർ ആയിട്ട് പണം കൊടുത്ത് കൃത്യമായി ഭൂമിയൊക്കെ പരിശോധിച്ച് മുന്നാധാരം പരിശോധിച്ച് സത്യസന്ധമായി ഭൂമി വാങ്ങിച്ച ആളുകൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യണം. ഇടപെടലേ അല്ല, ഇത് കോടതി വ്യക്തമായി ഇങ്ങനെ ഒരു കമ്മീഷനെ വെച്ച് ഇത് പരിശോധിക്കാനുള്ള അധികാരമില്ല എന്ന് കോടതി വ്യക്തമായി ഞാൻ പറയട്ടെ, നിങ്ങൾ അത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞാനത് പറയട്ടെ, എന്റെ സമയമല്ല, ഞാൻ എന്നെ പറയാൻ അനുവദിക്കേ. അത്തരത്തിൽ 2 ടേംസ് ഓഫ് റെഫറൻസ് ആണ് വച്ചിരിക്കുന്നത്. ആ ടേംസ് ഓഫ് റെഫറൻസിൽ ഒരിടത്തും വഖഫ് ബോർഡിന്റെയോ വഖഫ് ട്രൈബ്യൂണലിന്റെയോ തീരുമാനത്തിൽ ഇടപെടാനോ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള തീരുമാനം എടുക്കാനുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഇല്ല. ഏതെങ്കിലും തരത്തിൽ ഇതിൽ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റിന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ റെക്കമെൻഡേഷൻ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കൊടുത്താൽ അത് സ്വീകരിക്കണമോ സ്വീകരിക്കേണ്ടാതിരിക്കുകയോ തള്ളിക്കളയുകയോ അതിലെ പാർട്ട് ഓഫ് ദി ഡോക്യുമെന്റ് എടുക്കുകയോ ഇതെല്ലാം ഗവൺമെന്റിന്റെ അധികാരമാണ്. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം എത്രയോ കമ്മീഷനുകളിലൂടെ വരുന്നു, എത്രയോ കമ്മീഷന്റെ ഉത്തരവുകൾ വരുന്നു, ശുപാർശകൾ വരുന്നു, ഉത്തരവല്ല ശുപാർശകൾ വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സത്യസന്ധമായി അവിടെ ഭൂമി വാങ്ങിച്ചവരുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനും ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കിട്ടുക എന്നതാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഷാഫി ചാലിയും പറഞ്ഞതുപോലെ മുൻപ് ഒരു കമ്മീഷനെ വെച്ചിട്ട് വീണ്ടും ഒരു കമ്മീഷനെ വെച്ചതാണ് കോടതി അതിൽ ഇടപെടാനുണ്ടായിട്ടുള്ള കാരണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഉത്തരവ് വായിച്ചാൽ മനസ്സിലാകും. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ വഖഫ് ബോർഡ് ഈ തീരുമാനമെടുത്ത വർഷം ഏതാണ്? ആ വർഷത്തിൽ ആരൊക്കെയായിരുന്നു വഖഫ് ബോർഡിൽ ഉണ്ടായിരുന്നത്? കൃത്യമായി പറഞ്ഞാൽ 6 പേരിൽ 4 പേരും UDFന്റെ നേതാക്കന്മാരായിരുന്നു. ആരായിരുന്നു വഖഫ് ബോർഡിന്റെ ചെയർമാൻ? ജനാബ് സയ്യിദ് റഷീദ് അലി PM, അദ്ദേഹമായിരുന്നു ചെയർമാൻ. മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ? മായിൻ ഹാജി ആരാ? മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ? PV സൈനുദ്ദീൻ ആരാ? അതുപോലെ തന്നെ ഫാത്തിമ റസ്ന കോൺഗ്രസിന്റെ നേതാവല്ലേ? 6ൽ 4 പേരും UDFന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇരിക്കുമ്പോൾ ബോർഡ് ഒരു തീരുമാനം എടുത്തു, ഇത് മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. ആ തീരുമാനം നിങ്ങളെടുത്ത് നടപ്പാക്കി അതിന്റെ ഭാഗമായി പിന്നീട് വന്ന വഖഫ് ബോർഡിലെ അംഗങ്ങൾ നോട്ടീസ് അയച്ചു. അതിനിപ്പൊ പറയുക LDF അങ്ങ് നോട്ടീസ് അയച്ചു, ഇതൊക്കെ CPMന്റെ കുഴപ്പമാണെന്ന്. പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഈ ഉത്തരവും ഇതിന്റെ നാൾ വഴികളൊക്കെ ഒന്ന് പരിശോധിക്കേ. ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഒരു സാങ്കേതിക വശത്തിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇടപെടുന്നു, ഡിവിഷൻ ബെഞ്ചിൽ പോകും. ഈ വിഷയം പരിഹരിക്കാൻ എന്താണോ മാർഗം അങ്ങ് അറ്റം വരെ പോകും. എന്നിട്ടും പറ്റിയില്ലേ, സുപ്രീം കോടതി പോകും. ഈ വിഷയത്തിന്റെ എല്ലാ തരത്തിലുള്ള നൂലാമാലകളും മാറ്റി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അന്തസ്സോടെ താമസിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കും. ഇവിടെ പറഞ്ഞല്ലോ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ചില വിഷയം, ഇത് ഗിഫ്റ്റ് ആണോ അതോ വഖഫ് ആണോ തീരുമാനിക്കട്ടെ. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? പെർമനന്റ് ഡെഡിക്കേഷൻ ടു അള്ളാഹ്, പെർമനന്റ് ഡെഡിക്കേഷൻ ടു ഏതാ? ദൈവമാണോ അള്ളയാണോ ആയിക്കോട്ടെ, ആർക്കായാലും ഇത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണോ? ഇതിൽ ഒരു 3 കണ്ടീഷൻ വച്ചല്ലേ കൊടുത്തേ. ആദ്യത്തെ കണ്ടീഷൻ എന്നാ? ഫറൂഖ് കോളേജ് ഹൂ ഈസ് ദി ട്രാൻസ്ഫർ ഈസ് ഹാവിംഗ് ദ റൈറ്റ് ടു ആലിനേറ്റ് ഓർ സെൽ ദി പ്രോപ്പർട്ടി. ഫറൂഖ് കോളേജിന് വേണമെങ്കിൽ വിൽക്കാം,
രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. മൂന്നാമത്തെ ആവശ്യം എന്താ? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഈ ഭൂമി കൊടുത്ത ആളിലേക്ക് തിരിച്ചു വരും, നമ്മുടെ സയ്യിദിലേക്ക് തിരിച്ചു വരും. ഇതൊക്കെ വരുമ്പോ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ വെദർ ഇറ്റ് ഈസ് വഖഫ് പ്രോപ്പർട്ടി ഓർ നോട്ട് പരിശോധിച്ചോട്ടെ. വഖഫ് ബോർഡ് തീരുമാനിച്ച് തിരിച്ചാണെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിച്ചോട്ടെ. ഇതിലൊന്നും ഇടപെടാൻ ജുഡീഷ്യൽ കമ്മീഷനോ ഗവൺമെന്റോ തീരുമാനിച്ചിട്ടില്ല. അതിനുള്ള ടേംസ് ഓഫ് റെഫറൻസും ഇല്ല. അതുകൊണ്ട് ഇപ്പൊ വന്ന വിധിക്ക് അപ്പീൽ പോകാൻ തന്നെയാണ് ഗവൺമെന്റിന്റെ തീരുമാനം. ഏതറ്റം വരെ മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ഉറപ്പുവരുത്താൻ, അവർ പണം കൊടുത്തു വാങ്ങിച്ച ഭൂമി ഉറപ്പുവരുത്താനുള്ള പോരാട്ടവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും.